ഹലോ നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഷിയാസ് കരീമിൻ്റെ വിഷയമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ എന്താണ് ആ വീഡിയോ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ സന്ദേശം വന്നില്ല. അപ്പോൾ അങ്ങനെ അത് വരുവാണെങ്കിൽ അതും കൂടി ചേർത്ത് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഷിയാസ് കരീമിൻ്റെ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടാതെ ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ അതും കൂടി ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഷിയാസ് കരീമിൻ്റെ പ്രശ്നത്തിൽ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആ ഒരു ലേഡിയുടെ ശബ്ദ സന്ദേശം വന്നില്ല. പിന്നീടാണ് മനസ്സിലായത് അവരുടെ ശബ്ദ സന്ദേശം കൊടുക്കാൻ വകുപ്പില്ല. കാരണം അവരുടെ വോയിസ് നമ്മുടെ നിയമപ്രകാരം പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് വിവാദത്തിൽ നിൽക്കുന്ന സ്ത്രീയുടെ വോയിസ് പുറത്തുവിടാൻ അവരുടെ സമ്മതം ഇല്ലാതെ പുറത്തുവിടാൻ കഴിയത്തില്ല. അപ്പോൾ ഷിയാസ് കരീമിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ബൈജൂസ് വ്ലോഗ് അതിലുള്ള ആ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. അത് ഷിയാസ് കരീമിൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോവാം. പ്രിയപ്പെട്ടവരെ നോക്കൂ, രാവിലെ മുതൽ ഈ സമയം വരെ എനിക്ക് എൻ്റെ DM-ൽ വന്ന് നിറയുന്ന മെസ്സേജുകൾക്ക് കണക്കില്ല. ഷിയാസ് കരീമിന് എന്തു പറ്റി? നിങ്ങളുടെ അടുത്ത സുഹൃത്തല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാത്തത്? നിങ്ങൾ റെസ്പോൺസിബിൾ പേഴ്സൺ അല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ തരുന്ന സത്യങ്ങൾ ആസ്വദിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ എൻ്റെ DM-ൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഷിയാസ് കരീമിനിട്ട മെസ്സേജിന് താഴെ വന്ന് ഒരുപാട് പേർ തെറി കമൻറ്റുകൾ അടക്കം നൽകിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, അവൻ എൻ്റെ ഫ്രണ്ടാണ്. അവൻ എൻ്റെ ഏറ്റവും അടുത്ത അനിയൻ കൂടിയാണ്. ഷിയാസ് കരീം എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടണം. ഇനി തെറ്റ് ചെയ്തത് ആ സ്ത്രീയാണെങ്കിൽ അവരും ശിക്ഷിക്കപ്പെടണം. ഒരു സുഹൃത്തായതുകൊണ്ടോ ഒരു അനിയനായതുകൊണ്ടോ അല്ല അവനെതിരെ ബൈജൂസ് വ്ലോഗ് വീഡിയോ ചെയ്യാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഇന്ന് ഷിയാസ് കരീമിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, അതിനേക്കാൾ വിശ്വസനീയമായ പല ഓഡിയോ ക്ലിപ്പുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ പക്കലുള്ള ഈ ഓഡിയോ ക്ലിപ്പുകളൊന്നും പുറത്തുവിടാത്തത് ഇന്ത്യൻ നിയമപ്രകാരം ഒരു സ്ത്രീയുടെ പേരോ ഐഡന്റിറ്റിയോ പുറത്തു പറയരുത് എന്നുള്ള നിയമത്തിന്റെ അനുശാസന പ്രകാരമാണ്. ഞങ്ങൾ ആ മാന്യത കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയട്ടെ, ഇവർക്കെതിരെയുള്ള കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഒരു സുഹൃത്തിനെ അപകടങ്ങളിൽ, അവന്റെ വിഷമഘട്ടങ്ങളിൽ അവന്റെ കൈകൾ പിടിക്കുന്നതിന് പകരം അവനെ ചവിട്ടിത്താഴ്ത്താൻ ഞാനെന്ന വ്യക്തിക്കോ എൻ്റെ മനുഷ്യത്വത്തിനോ സാധിക്കില്ല. നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോകൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ 100% ഉറപ്പിൽ ഞാൻ പറയാം, ഇതിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ആ ഭാഗം തന്നെ സത്യമാണോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഷിയാസ് കരീമിനെ കൊടുക്കാൻ മാത്രം തെളിവായ ആ ഓഡിയോ ക്ലിപ്പിന് തെളിവായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഒരൊറ്റ ഓഡിയോ ക്ലിപ്പ് മതിയാവും. അതെ, അത് സത്യസന്ധമാണ്, ഉറപ്പാണ്, ആ വ്യക്തിയുടെ ശബ്ദമാണ്. അത് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത്, ഈ സാമ്പത്തിക വിഷയത്തിൽ ഷിയാസ് നിരപരാധിയാണ് എന്ന്. ഇനി എന്തു പറഞ്ഞാലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ തിരുത്താൻ ഞാനെന്ന സുഹൃത്തിന്, ഞാനെന്ന സഹോദരന് ബാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് അവനൊരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് തിരുത്തേണ്ടത് നമ്മുടെ സമൂഹമാണ്, നമ്മൾ ഒന്നടങ്കമാണ്. എന്തായാലും തെറ്റ് ചെയ്യാത്തവരാരും തന്നെ ഇല്ല. ഈ വീഡിയോയുടെ അടിയിലും ഒരുപാട് തെറി കമൻറ്റുകൾ വരും. തെറ്റ് ചെയ്യാത്തവർ ഈ കമൻറ്റിനടിയിൽ വന്ന് കല്ലെറിയട്ടെ. ഷിയാസിന്റെ കല്യാണത്തിന് മുമ്പേ നടന്നൊരു വിഷയമാണിത്. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 2 വർഷമായി. 2 വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു സംഭവം ഇപ്പോൾ കുത്തിപ്പൊക്കാൻ കാരണം ആരാണ്? അപ്പോഴാണ് ഞങ്ങളുടെ ഒരു സംശയം ഇങ്ങോട്ട് പോയത്. എന്നെ കണക്ക് പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ, ഈ തൊലിക്കാൻ വെറുതെ ഷിയാസേ. നീ നാറുവേ, എൻ്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ. നിന്നെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണേ. 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണേ. സത്യം ജയിക്കട്ടെ, സത്യം മാത്രം ജയിക്കട്ടെ. പറയുന്നത് ഷിയാസ് കരീം തെറ്റ് ചെയ്തിട്ടില്ല, കല്യാണത്തിന് മുന്നെയാണ്. ശരി, എന്തായാലും ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളിന്റെ ഓഡിയോ ക്ലിപ്പ് നിങ്ങളുടെ കയ്യിലേ ഉള്ളൂ. അത് പുറത്തേക്ക് വിടാത്തടത്തോളം കാലം നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു ക്രെഡിബിലിറ്റിയും തോന്നുന്നില്ല. ഇപ്പൊ ഈ ചേട്ടൻ നമ്മുടെ ജാസിയുടെയൊക്കെ കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ആരാധിച്ച് കണ്ട ഒരു വീഡിയോയാണ്. കാരണം പുള്ളിക്കാരൻ ക്ലിയർ കട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ എന്തോ എന്താണ് ഷിയാസ് കരീമിനെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സ്ത്രീയുടെ വോയിസ് ആയിട്ട് ഇടണ്ട, അതിനെ AI-യുടെ ഇതിൽ വേറെ ആളിൻ്റെ ശബ്ദത്തിൽ, ആണിൻ്റെ ശബ്ദത്തിലായിട്ട് ഇടണം. അപ്പം നിങ്ങളയിൽ അതുണ്ട്, അത് നിയമപ്രകാരം പുറത്തുവിടാൻ കഴിയില്ല, അത് വിശ്വസനീയമായ തെളിവാണെന്ന് പറയുമ്പോൾ ആ തെളിവ് പുറത്തു വിട്ടാൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ.
അല്ലാതെ തെളിവുണ്ട്, അത് പുറത്തുവിടാൻ പറ്റത്തില്ല, അത് നമുക്ക് വളരെ വിശ്വസനീയമാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷിയാസിന്റെ ഭാഗത്തുള്ളവർക്കും മാത്രമേ അതിന്റെ ക്രെഡിബിലിറ്റി ഉള്ളൂ, അല്ലാതെ ക്രെഡിബിലിറ്റി ഇല്ല. പിന്നെ അത് ഷിയാസ് കരീമിന്റെ സൗണ്ട് തന്നെയാണ്, അത് AI ഒന്നും അല്ല. AI ആയിരുന്നെങ്കിൽ എപ്പോഴേ അത് പുറത്തേക്ക് വന്നേനെ. അത് AI സൗണ്ട് അല്ല, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ആ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഷിയാസ് കരീമിന്റെ ആ ഒരു കാര്യം ഞാൻ വച്ചു തരാം. അതുപോലെ തന്നെ ഇപ്പൊ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് മറ്റേ ബീഫിന്റെ കാര്യം പറഞ്ഞതിന് പകരമായിട്ട് തിരിച്ചടിച്ചതാണ്. ഇതിലിപ്പം ലാസ്റ്റ് കേൾപ്പിച്ചത് അഖിൽ മാരാറിന്റെ സൗണ്ടാണ്. അതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ ഞാൻ അഖിൽ മാരാറിന്റെ ഭാഗം നിന്ന് സംസാരിക്കുന്നതല്ല. അഖിൽ മാരാർക്കും ചിലപ്പോൾ അറിയായിരിക്കും ഇതുപോലുള്ള പെണ്ണ് കേസുകൾ ഉണ്ടെന്ന്. അതിലുള്ള ആൾക്കാരുമായിട്ട് അഖിൽ മാരാറിനും ആ ഒരു വ്യക്തികളുമായിട്ട്, ആ പെണ്ണിന്റെ ഭാഗത്തുള്ള വ്യക്തികളുമായിട്ട് അഖിൽ മാരാറിനും ബന്ധങ്ങൾ കാണും. അപ്പൊ ആ പെണ്ണുങ്ങളെ കൊണ്ട് ഈ ഷിയാസ് കരീം ചതിച്ച പെണ്ണുങ്ങളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചാൽ മതിയെന്നായിരിക്കാം അതിൽ പറയുന്നത്. അങ്ങനെയും ആവാം, അല്ലാതെ ഷിയാസ് കരീമിനെ കൊടുക്കാൻ എന്നുള്ള രീതിയിലും ആവാം. ഞാൻ അഖിൽ മാരാറിന്റെ ഭാഗത്തേ അല്ല പറയുന്നത്. ഈ ചേട്ടൻ പറയുന്ന കാര്യത്തില് നിങ്ങൾ ആ വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ സ്ത്രീയുടെ സൗണ്ട് പുറത്തു വിടാതെ AI വെച്ച് സ്ത്രീയുടെ സൗണ്ട് മാറ്റി പുറത്തു വിടുകയാണെങ്കിൽ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് പറയാം. പിന്നെ സുഹൃത്തായാലും ആരായാലും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ആ കള്ളത്തരത്തിന് ഒന്ന് ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റാർ മാജിക്കിലുള്ള ലക്ഷ്മി ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. ന്യൂസിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സത്യമായിട്ട് തോന്നുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെപ്പോലെ തന്നെ ഓൺലൈൻ മീഡിയയിലും ന്യൂസ് ചാനൽസിലും മാത്രമേ ഞാൻ ഷിയാസ് കരീമിന്റെ ആ ഒരു ഇഷ്യൂ കണ്ടിട്ടുള്ളൂ. നമുക്കറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അനുഭവം ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുക? അത് സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ എന്നൊക്കെ നിങ്ങളെപ്പോലെ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഞാനും ഒരു ദിവസം കാലത്ത് എണീറ്റപ്പോഴാണ് ഇത് ന്യൂസ് ചാനലിൽ കൂടെ കണ്ട്. എന്തായാലും ഇപ്പൊ അത് പോലീസ് കേസായി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ സത്യം എന്താണെന്നുള്ളത് പുറത്തു വരട്ടെ. എന്തായാലും നീതി ന്യായ വകുപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സത്യം എന്താണെങ്കിലും അത് തെളിയട്ടെ, അത്രേ പറയാനുള്ളൂ. നമുക്ക് അറിയാത്തൊരു കാര്യം, നമ്മൾ കാണാത്തൊരു കാര്യം പറയാനായിട്ട്, അഭിപ്രായം പറയാൻ നമ്മൾ ആരുമല്ല. അപ്പം സ്റ്റാർ മാജിക്കിലെ ലക്ഷ്മിയുടെ അഭിപ്രായം അതാണ്. കാര്യം ഇവരുടെയൊക്കെ ഫ്രണ്ടാണ് ഷിയാസ് എന്ന് പറയുന്ന ആള്. അപ്പം ഇവർക്കൊക്കെ പറയുന്നതിന് അറിയാമെങ്കിൽ പോലും പറയുന്നതിന് ഒരു പരിധി വരും. പിന്നെ ഞാൻ ഇനി ഷിയാസിന്റെ കാര്യത്തിലേക്ക് സംസാരിക്കാൻ പോകുന്നത്, ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഒരു ഫെയിം നമ്മുടെ സമൂഹത്തിൽ കുറച്ച് നിൽക്കുന്ന ഫെയിമിന്റെ കൂടെ മാത്രമേ കാണാറുള്ളൂ. കുറേ നാൾ ഈ പറയുന്ന ലക്ഷ്മിയുടെ കൂടെയായിരുന്നു. ലക്ഷ്മിയുടെ കൂടെയപ്പോൾ കുറേ ഉദ്ഘാടനം കാര്യങ്ങൾ കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം അനുമോളാണ്. അനുമോള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ അന്ന് മുതൽ അനുമോളെ വരവേറ്റ് കൊണ്ടുവന്ന് കൂടെ പോകുന്നതാണെന്ന് പറഞ്ഞാൽ ഇവന് മാത്രമേ കാര്യങ്ങൾ അറിയുള്ളൂ. ഇവനാണ് ഈ ബിഗ് ബോസിൽ ഇറങ്ങുന്നവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കാര്യസ്ഥനെ പോലെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ബീഫിന്റെ വിഷയം വന്നപ്പം അത് ഷിയാസ് ആണ് പറഞ്ഞതെങ്കിലും ഏറ്റവും കൂടുതൽ എയറിൽ പോയത് നമ്മുടെ അനുമോളാണ്. ഇപ്പൊ അനുമോളും വന്ന് അതിന്റെ കാര്യം പറഞ്ഞത് സാധാരണ സംസാരിക്കും പോലെയാണ്. എന്ത് തന്നെ ആയാലും സമൂഹ മാധ്യമമാണ്. ഒന്ന്, ഷിയാസിന് മുന്നേ ഒരു കേസുണ്ട്. ഷിയാസ് ആ ഒരു പ്രാവശ്യവും ഒരുപാട് BJP ഇതൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരാണെങ്കിൽ മേലും കീഴും നോക്കാതെ ഒരു വിഷയം വന്നാൽ അതിനെ തിരിച്ചടിക്കുന്ന ഒരു പ്രകൃതമാണ്. അവർക്ക് ഈ ഒരു സബ്ജക്റ്റ് കിട്ടി, അവരതിനപ്പം തന്നെ തിരിച്ചടിച്ചു. ഇത് രാഷ്ട്രീയ പ്രേരകമായതുകൊണ്ട് തന്നെ ഷിയാസിന് വന്ന് മാപ്പ് പറയാമായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു രീതിയിലല്ല പറഞ്ഞത്, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ്. എന്നിട്ട് വീണ്ടും ഈ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവരതിനെ തിരിച്ച് അടിച്ചതാണെങ്കിൽ പോലും അത് ഷിയാസിന്റെ ഒറിജിനൽ സൗണ്ടാണ്. ഇതിൽ ഷിയാസ് പെടും. ആദ്യത്തെ ഒരു പോക്സോ കേസിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒത്തുതീർപ്പാക്കി അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പതേ സജിന, നമ്മുടെ ഫിറോസ് അദ്ദേഹത്തിന്റെ വൈഫ് സജിന ഉണ്ടല്ലോ, സജിനയെ വന്ന് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ ഒരു പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിലും ഇവൻ ഒരു ഭാഗമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസിന്റെ താരങ്ങളാണ് നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടത്. അതിന്റെ കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ഒരു താര പരിവേഷമാണ്. ഇവരൊക്കെ എന്തൊക്കെയോ പണമുണ്ട്. ഇവൻ സാധാരണ രീതിയിൽ വന്നതാണ്. അന്ന് ഫസ്റ്റ് സീസണിൽ പറഞ്ഞത് മോഡലാണ്, ഇവന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽസിന്റെ മോഡലായിട്ട് നിന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവർക്കൊരു ആഡംബര ജീവിതമാണ്. അത് വെച്ചിട്ടാണ് ഇവർ മറ്റുള്ളവരെ ഒരുപാട് ഉപയോഗിക്കുന്നത്. ഇവര് ആഡംബരമായിട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ, വെറുതെ പുളു കാര്യങ്ങൾ പറയും. 50 ലക്ഷം 60 ലക്ഷത്തിന്റെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കും.
സംസാരിക്കും. എന്നിട്ട് പറയും ഞാൻ ഇത്ര കോടി രൂപയുടെ ബിസിനസ്സാണ് ചെയ്യുന്നത്, അതിൽ ഇത്ര രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്. ആക്ച്വലി ഇവർക്ക് അത്ര രൂപ പോലും കാണത്തില്ല. അങ്ങനെ പറയുമ്പോൾ ഇവര് ഈ കുറച്ച് സെലിബ്രിറ്റികളൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണം എന്ന് പറയുന്ന ആൾക്കാർ വന്ന് ഇവരെ കൂടെ എന്ത് ചെയ്യും, ബിസിനസ് നടത്തും. എന്നിട്ട് അവരാണ് ആപ്പിലാവുന്നത്. ഇവരിൽ വരുന്ന വിശ്വാസം എന്താന്ന് പറഞ്ഞാൽ ഇവരൊരു സെലിബ്രിറ്റിയാണ്, ഇവർ ചതിക്കില്ല. അഥവാ ഇവർ ചതിച്ചാൽ ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആ പാർട്ട്ണർമാർ കൊണ്ടുപോയി കേസ് കൊടുത്താൽ ഇവർ കുടുങ്ങും. ഇവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ആ സ്റ്റാറ്റസ് പോവും. അതുകൊണ്ട് കളിപ്പിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഏറെ കുറെ ആൾക്കാർ വന്ന് ഇവരുടെ വലയിലേക്ക് വീണു പോകുന്നത്. എന്നാൽ ഇവരിലൊന്നുമില്ല. ഇപ്പം ഇവർ ഈ കാണുന്ന ഒരു ആർഭാടോ ബഹളോ മാത്രമേ കാണുള്ളൂ. പിന്നെ ഇപ്പൊ ഈ ഷിയാസ് കരീമിന്റെ പേരിൽ വന്നിരിക്കുന്ന ഈ ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഷിയാസ് തന്നെ വന്നിരുന്ന് പറഞ്ഞ ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ 65 വയസ്സുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. എങ്കിലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. ഇപ്പോൾ എൻ്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, എൻ്റെ റിസപ്ഷൻ, എൻ്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പോൾ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ ഒട്ടും അറിയില്ല. പക്ഷേ ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങടെ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എൻ്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എൻ്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ എന്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ, കാര്യം ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടിയാണ്. അപ്പോൾ ഇതിലിപ്പം ഷിയാസ് പറയുന്ന കാര്യം കേട്ടില്ലേ? ഇനി ഷിയാസിന്റെ ആ കുലിസിത ചാറ്റും കൂടെ ഞാൻ കുറച്ച് കേൾപ്പിച്ചു തരാം. അതിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സെക്ഷൽ ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി കേട്ടിട്ട് വന്നിട്ട് ഇതിൽ ആദ്യം പറഞ്ഞ ബൈജു ചേട്ടനും ഷിയാസ് കരീമും പറഞ്ഞ ആ കാര്യങ്ങളുടെ പൊരുത്തക്കേട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പൊ ആ ഒരു ചാറ്റിന്റെ കുറച്ച് ഭാഗം ഞാൻ നിനക്ക് തോന്നണം നീ ആരില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല, മോന്തക്കിട്ട് അടിക്കൂട്ടോ. പിന്നെ നോമ്പോറെടുത്തണ്ടേ, പിന്നെ അവിടെ വർക്ക് എടുക്കുന്നുണ്ട്, പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കോയമ്പത്തൂരിലും പോകേണ്ടി വരും ചിലപ്പോ നോമ്പിന്. മാഷാ അല്ലാ, ദുആ ചെയ്യട്ടാ. മറ്റത് കിട്ടാണെ അയക്കട്ടെ എനിക്ക്. ഈ 1 പിന്നെ 10 തന്നായിട്ടാ, ഒരുമിച്ച് തന്നാ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യില് പണിക്കാശ് പടപടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. പറയണ്ട, രാവിലെ തന്നെ ഒരു 10-35 രൂപ ഉമ്മ കൊടുത്ത്. ഇന്നലെയും വീട്ടിലെ സൈഡില് പണിയെടുക്കുന്നുണ്ട്. പറയണ്ട, ഇപ്പൊ തന്നെ ഒരു 1 ലക്ഷം രൂപ അടുത്തായി. എന്തൊരവസ്ഥയാണ് കുറച്ചോ. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റഡി ആവുന്നതിനും വീണ്ടും ഓരോ പണികളായിട്ട് വരും വീട്ടിലെ. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളേ. ബാക്കി അങ്ങോട്ട് സെക്ഷൽ ആയിട്ടുള്ള ചാറ്റാണ്. അത് നിങ്ങളൊക്കെ കേട്ട് കാണും, അത് ഞാൻ വെക്കുന്നില്ല. ഇതിൽ ഷിയാസ് കരീമിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞപ്പോൾ അവൻ വന്ന് സംസാരിച്ചത് 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, ഷിയാസിന്റെ ഉമ്മയുടേന്നും ഭാര്യയുടേന്നും സഹോദരിന്നൊക്കെ സ്വർണം വാങ്ങിച്ചു, അവസാനം ഇതൊരു പ്രശ്നമായപ്പോഴാണ് ഷിയാസ് അറിയുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ വന്നൊരു പൊരുത്തക്കേട് ഇതിൽ ആ ബൈജൂസ് ചേട്ടൻ വന്ന് പറഞ്ഞ, ബൈജൂസ് വ്ളോഗ്സിൽ ആ ബൈജു ചേട്ടൻ വന്ന് പറഞ്ഞത് ഇത് ഷിയാസ് കരീമിന്റെ കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതിപ്പം 65 വയസ്സുള്ള ഒരു സ്ത്രീ, അവന്റെ ഉമ്മയുടെ പ്രായത്തിലുള്ള ഒരു സ്ത്രീയുടെ സൗണ്ട് ആണോ, പിന്നെ ഇത് 40-41 വയസ്സുള്ള ഒരു സ്ത്രീയുടെ സൗണ്ട് ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് ആ ചേട്ടൻ പറയുന്നത് കല്യാണത്തിന് മുന്നേ ഉള്ള വോയിസ് ആണ്, പെണ്ണുമായിട്ടുള്ള ചാറ്റാണ് ഇപ്പൊ വന്നതെന്ന്.
പക്ഷേ ഇപ്പൊ ഷിയാസ് പറയുന്നു ഭാര്യയുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ ഏത് വിശ്വസിക്കും? അവിടെ തന്നെ എന്തോ ഒരു പൊരുത്തക്കേട്, എന്തോ ഒരു കള്ളത്തരം നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? ഇനി ഇത് 41 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നായിരുന്നാലും, ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നായിരുന്നാലും, 65 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നായിരുന്നാലും, ഇവൻ എന്തൊക്കെ കടം വാങ്ങിച്ചതായാലും ഇവൻ കടം വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കുന്ന രീതിയിലേ അല്ല പറയുന്നത്. നിങ്ങളത് എല്ലാവരും കേട്ടാണ്. ഇവൻ മാക്സിമം ഇവൻ കെഞ്ചി ആ പൈസ വാങ്ങിക്കുന്ന വോയിസ് ആണ്. ഇനി പോട്ടെ, 65 വയസ്സുള്ള ഒരു സ്വന്തം ഉമ്മാടെ പ്രായത്തിലുള്ള ആ സ്ത്രീയുടെ കൂടെ സംസാരിക്കുന്ന രീതിയിലാണോ ഇവ സംസാരിച്ചത്? ഇനി അവർക്ക് അറിയില്ല ഇവൻ കല്യാണം കഴിക്കോ ഇല്ലയോ എന്നുള്ളത്. ഇനി കല്യാണത്തിന് മുമ്പായ ഇവ കെട്ടുമെന്ന് അവർക്ക് അറിയാവോ? 65 വയസ്സുള്ള ഒരു സ്ത്രീയെ ഇവൻ കെട്ടുമെന്ന് അവർക്ക് എന്ത് ഉറപ്പ്? അല്ലെങ്കിൽ അങ്ങനെ തന്നെ അവർ ചിന്തിക്കോ? അവർ ശരിക്കും പറഞ്ഞാൽ അതൊരു മകന്റെ സ്ഥാനത്ത് നിന്നൊന്നുമല്ല, അവരുടെ കുറച്ച് സെക്ഷൽ ആയിട്ടുള്ള അരാജകത്വം മാറ്റാനായിരിക്കും അങ്ങനെ നടത്തിയത്. അല്ലെങ്കിൽ 65 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കൂടെ ഇവൻ അങ്ങനെ സെക്ഷലായിട്ട് സംസാരിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം സംസാരിക്കും. അവര് അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ അവൻ പിന്നും സംസാരിക്കും. അവൻ ശരിക്കും പറഞ്ഞ ടീനേജിലുള്ള അവൻ്റെ ഒരു ലവറിന്റെ കൂടെ സംസാരിക്കുന്ന രീതിയിലാണ് അവൻ സംസാരിച്ചിരിക്കുന്നത്. അതും അവസാനം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു 65 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കൂടെ ഒട്ടും സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവൻ സംസാരിച്ചിരിക്കുന്നത്. ഇനി ഇവൻ ഓരോ ആയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഇവർ ഇങ്ങനെയാണ് വലയിൽ വീഴ്ത്തുന്നത്. അതായത് അവര് ഇപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവർ കൂടുതലായിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ എന്നിട്ട് ഇവര് തകരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കും. അപ്പൊ അവരെ എന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെ കൂടെ അവരെ ഒരുപാട് സന്തോഷിക്കുന്ന രീതിയിൽ അവരാണ് എല്ലാം എന്നും പറഞ്ഞ് സംസാരിച്ചിട്ട് ഇവരുടെ ചെറിയ വിഷമം പറയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയുമ്പോൾ അവരെല്ലാം കൂടി എടുത്തു കൊടുക്കും. അതാണ് ഇവരുടെ സൈക്കോളജിക്കൽ തന്ത്രം. ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ? ദുവ ചെയ്യണേ, അതായത് പ്രാർത്ഥിക്കണേ, ഓരോ പ്രാവശ്യവും വരുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യാൻ? അവരപ്പം തന്നെ ഇവൻ ഈ ഫോൺ വയ്ക്കുന്ന സമയത്ത് തന്നെ അവർ പൈസ ഇട്ട് കൊടുക്കും. അതാണ് ഇവരുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. അങ്ങ് അവരാദ്യം അങ്ങ് സുഖിപ്പിച്ച് അങ്ങ് വല്ലാണ്ടാക്കിയിട്ട് പിന്നെ ദുഃഖം പറയുമ്പോൾ പെട്ടെന്ന് പറയും. അതാണ് ഈ പെണ്ണുങ്ങളുടെ ഒരു സൈക്കോളജിക്കൽ രീതി. അതാണ് പെട്ടെന്ന് നമ്മളെ സന്തോഷിപ്പിച്ചിട്ട് നീയാണ് എല്ലാം, ഈ ലോകത്ത് നീ കവിഞ്ഞ് മറ്റാരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ എനിക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് പറയുമ്പോൾ കയ്യിലിരിക്കുന്നത് എല്ലാം കൂടി എടുത്തു കൊടുക്കും. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് അറിയില്ല അത് എങ്ങനെ കൊടുക്കും. അതുപോലെ തന്നെ ഇവൻ പറയുന്നുണ്ട് ഇത്ര രൂപ എൻ്റെ കയ്യിൽ തന്നാൽ മതി, ബാങ്കിലേക്ക് ഇടണ്ട എന്ന് പറയുമ്പോൾ അതിൽ എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? അതിലെന്തെങ്കിലും ഇത് കൊടുക്കുമോ? പേപ്പറിൽ എഴുതി അവർ കൊടുക്കുമോ? അത്രയ്ക്ക് ബുദ്ധിയില്ലേ? ഞാൻ ഇന്നലെ വിചാരിച്ചു ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ വോയിസ് വരുമെന്ന്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവരുടെ വോയിസ് പുറത്തേക്ക് വിടാൻ പാടില്ലെന്ന്. ഇതിൽ തന്നെ വരുന്ന ആ ഒരു വൈരുദ്ധ്യം, വാക്കുകളുടെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഒരാൾ പറയുന്നു കല്യാണത്തിന് മുന്നേ ആണെന്ന്, ഷിയാസ് പറയുന്നു ഭാര്യയുടെയൊക്കെ സ്വർണം വച്ചിട്ടാണെന്ന്. ഇതൊരിക്കലും ഒരു ഭീഷണിപ്പെടുത്തലോ ഇത് AI സൗണ്ടോ അല്ല, ഇത് ഷിയാസ് കരീമിന്റെ സൗണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് കെഞ്ചി പൈസ വാങ്ങിക്കുന്ന ഒരു ഏർപ്പാട് തന്നെയാണ്. ഇനി അവരുടെ ഓപ്പോസിറ്റുള്ള ഒരു സൗണ്ട് നിങ്ങൾക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ AI സൗണ്ടാക്കി പുറത്തേക്ക് വിട്. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് തെറ്റ് ആരുടെ ഭാഗത്താണ് എന്നുള്ളത്. ഇത് ഒരു കണക്കിന് പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. അവരെ ഇത് ഒരു കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ അവർക്കൊരു സമയം കിട്ടിയപ്പോൾ അവർ തിരിച്ചടിച്ച കാര്യം തന്നെയാണെങ്കിലും ഇതിൽ ഷിയാസ് കരീം മിക്കവാറും കുടുങ്ങും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ ഇനി ഒരു പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.